ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിത് ബേക്ക് ചെയ്യുമോ, അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ആവശ്യമോ മൈദയുടെ ആവശ്യമോ ഒന്നും വരുന്നില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ സ്കോച്ച് വേണമെന്നില്ല, നമുക്ക് ഏത് ഫ്ലേവർ ആയാലും ഏത് ഫ്ലേവറാണ് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം വിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബൗളും അതുപോലെ തന്നെ ബീറ്റുന്ന ബ്ലെൻഡറും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ബീറ്റ് ചെയ്യാനെടുക്കാം. ഞാനിവിടെ 2 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ലോ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രീമിയുടെ നന്നായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ടിരിക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ബ്രൗൺ കളറിലുള്ള ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നാല് സൈഡും ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഷുഗർ സിറപ്പ് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതുപോലെ കേക്ക് ബോർഡിലേക്ക് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് ബോർഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, പ്ലേറ്റിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ആദ്യം ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബ്രെഡ് നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മീതെ ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിന് മീതെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതുപോലെ തന്നെ ഓരോ ലെയറും ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം വെച്ച് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.